അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ കൺസിസ്റ്റൻസി, നമുക്കൊന്നുകൊണ്ടോ SL അല്ലെങ്കിൽ ബ്രേക്കിങ്ങിലൊക്കെ ഇറങ്ങേണ്ട വന്നാലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. നിങ്ങൾ എത്രയാണോ റിസ്ക് എടുത്തിരിക്കുന്നത് ആ ഒരു റിസ്ക് എമൗണ്ട് മാത്രം എന്ത് ചെയ്യുക, റിസ്ക് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു മന്ത് ഫുള്ള് നിങ്ങൾ ട്രേഡ്സ് ചെയ്യുക. ആ ഒരു മന്ത് എൻ്റെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രോഫിറ്റ്, നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് എന്ന് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി SL വന്നത് പ്രശ്നമില്ല, നമുക്ക് മന്ത്ലിയിൽ പ്രോഫിറ്റ് ആകാൻ സാധിക്കണം. ഹായ് ഓൾ, ട്രേഡ് മാസ്റ്റർ നമ്മുടെ ക്രിപ്റ്റോയുടെ ഒരു വീക്കിലി അനാലിസിലേക്ക് സ്വാഗതം. നമുക്ക് എന്തായാലും നോക്കാം മാർക്കറ്റിൽ കഴിഞ്ഞൊരു വീക്ക് എന്താണ് സംഭവിച്ചത്. മാർക്കറ്റ് ബുള്ളിഷ് ആണോ ബെയറിഷ് ആണോ, അല്ലെങ്കിൽ നമ്മൾ കഴിഞ്ഞ വീക്ക് പറഞ്ഞ പോലെ മാർക്കറ്റ് മൂവ് ചെയ്തോ എന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ നമുക്ക് എന്തായാലും നോക്കാം. നമ്മൾ നേരെ ചാർട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ, നമ്മൾ വീക്കിലേക്ക് സ്വിച്ച് ചെയ്ത് കഴിഞ്ഞാൽ, നമ്മൾ കഴിഞ്ഞ വീക്കിൽ ഓൾറെഡി നിങ്ങളടുത്ത് പറഞ്ഞിരുന്നു മാർക്കറ്റ് എക്സാക്റ്റ് ഇപ്പം നിൽക്കുന്ന ഒരു സോൺ, നമ്മളൊരു ഡേയുടെ സപ്ലൈ സോണിലാണ് മാർക്കറ്റ് എക്സാക്റ്റ് നിൽക്കുന്നത്. ഇവിടുന്ന് ഓൾറെഡി ഫോൾ ആകും എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീക്കിലേ പറഞ്ഞിരുന്നു. മാർക്കറ്റ് എക്സാക്റ്റ് എന്ത് ചെയ്തു, മാർക്കറ്റ് അവിടുന്ന് മാർക്കറ്റ് ഫോൾ ആയി. മാർക്കറ്റ് ഈ ഒരു കഴിഞ്ഞ വീക്ക് എക്സാക്റ്റ് 3300 പോയിന്റ്, മാർക്കറ്റ് 3300 പോയിന്റ് മാർക്കറ്റ് ഓൾറെഡി താഴത്തേക്ക് ഡൗണിലേക്ക് ഓൾറെഡി മൂവ് ചെയ്തിട്ടുണ്ട്. പക്ഷേ നമ്മുടെ ഇനിയും വ്യൂ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിറ്റി ടേക്ക് ചെയ്യുക എന്നുള്ളതാണ്. ഇനി മാർക്കറ്റ് താഴത്തേക്ക് മൂവ് ചെയ്യാനുള്ളത്, നമ്മുടെ ഏറ്റവും നിയറസ്റ്റ് ആയിട്ടുള്ള ലിക്വിഡിലേക്ക് മൂവ് ചെയ്യാനുള്ളത് ഏകദേശം ഒരു 2000 പോയിന്റ് അടുത്ത് മാർക്കറ്റ് ഇനിയും മൂവ് ചെയ്യണം. അപ്പോൾ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ഡേയിലൊക്കെ തന്നെ മാർക്കറ്റ് ഈ ഒരു ലിക്വിഡിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യണം. അതിനുശേഷം ഇവിടുന്ന് മാർക്കറ്റ് എന്ത് ചെയ്യണം, ഈ ഒരു ലോ താഴത്തേക്ക് ബ്രേക്ക് ചെയ്യണം. സ്റ്റിൽ നമ്മുടെ വ്യൂ ഓൾറെഡി ബെയറിഷ് തന്നെയാണ്. നമ്മൾ നോക്കുന്ന ട്രേഡ്സുകളും ഓൾറെഡി ബെയറിഷ് തന്നെയാണ്. നമ്മുടെ ഡെയിലേക്ക് സ്വിച്ച് ചെയ്താൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. കഴിഞ്ഞ ദിവസങ്ങളിൽ മാർക്കറ്റ് ഈ ഒരു സോണ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ഡേ അനാലിസിസിൽ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ ഒരു ഏരിയ സ്ട്രോങ് അല്ല, ഇവിടെ മാർക്കറ്റ് അഗ്രസീവായിട്ട് ഫോൾ ആകും എന്നുള്ളത് നമ്മൾ പറഞ്ഞിരുന്നു. അതുപ്രകാരം നമ്മളൊരു ട്രേഡ്സ് ഓൾറെഡി പ്ലാൻ ചെയ്തിരുന്നു. നമ്മുടെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ നമ്മുടെ യൂട്യൂബ് ലൈവിൽ നമ്മൾ ഓൾറെഡി ലൈവ് ട്രേഡ് ഓൾറെഡി കൊടുത്തിരുന്നു. ഏകദേശം നമുക്ക് 1:4 RR നമ്മൾ 2500 പോയിന്റിന് അടുത്ത്, ഏകദേശം 2500 പോയിന്റ് തന്നെ നമ്മൾ ഇവിടെ ക്യാച്ച് ചെയ്തിരുന്നു. നമ്മുടെ സ്നൈപ്പർ എൻട്രി ആയിരുന്നു. ഏകദേശം 2400 പോയിന്റ് നമുക്ക് ഈ ഒരു ടാർഗറ്റ് ഓൾറെഡി കിട്ടിയിരുന്നു. നമുക്ക് അത്യാവശ്യം ഒരു നല്ലൊരു ട്രേഡ്സ് ആയിരുന്നു ഓൾറെഡി ഈ ട്രേഡ്സ്. നമ്മൾ ലൈവിൽ എക്സാക്ട് ഈ ഒരു ട്രേഡ്സ് നമ്മൾ ലൈവിലാണ് ഇത് എടുക്കുന്നതും. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി നമ്മുടെ പ്രീമിയം കമ്മ്യൂണിറ്റിയിലും അതുപോലെ തന്നെ ടെലഗ്രാം കമ്മ്യൂണിറ്റിയിലും വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലൊക്കെ ഓൾറെഡി ഇത് പോസ്റ്റ് ചെയ്തിരുന്ന ട്രേഡ്സ് ആണ്. അപ്പം ഇവിടുന്ന് ഒരു പുൾ ബാക്ക് ഓൾറെഡി മാർക്കറ്റിന്റെ ഇവിടുത്തെ ലിക്വിഡിറ്റി ടേക്ക് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പുൾ ബാക്ക് മാത്രമാണ് നിലവിൽ ഇപ്പോൾ ഇത് കാണിക്കുന്നത്. നിങ്ങൾക്കറിയാം ഇന്ന് സാറ്റർഡേ ആണ്. സാറ്റർഡേ ഓൾറെഡി മാർക്കറ്റിൽ വോളറ്റിലിറ്റി ഇല്ല. അതുപോലെ തന്നെ സൺഡേ വൈകുന്നേരം വരെ നമ്മൾ വോൾട്ടേജ് പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് ഒരു ചെറിയ ഒരു പുൾ ബാക്കുകൾ മാത്രം, ഒരു ചെറിയൊരു പുഷ് മാത്രം നമ്മൾ മുകളിലേക്ക് പ്രതീക്ഷിക്കുന്നു. അവിടുന്ന് മാർക്കറ്റ് അഗ്രസീവായിട്ട് ഫോൾ ആകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു സോൺ, ഇനി നെക്സ്റ്റ് നമ്മളൊരു വ്യൂ എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു സോണാണ്. 61,000 മാർക്കറ്റ് ടാപ്പ് ചെയ്യും. അതിനുശേഷം ഏകദേശം 60,000 ഈ ഒരു 60,000 വരെ നമ്മൾ നെക്സ്റ്റ് വീക്കിൽ ഓൾറെഡി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ഏകദേശം 2600 പോയിന്റ് മാർക്കറ്റ് താഴത്തേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് ഓൾറെഡി. പക്ഷെ നമുക്ക് ഇവിടെ നിലവിൽ ഇപ്പം എൻട്രി പോയിന്റുകളൊന്നും തന്നെ ഇല്ല. മാർക്കറ്റ് ഇപ്പം ഈ ഒരു ട്രേഡ്സ് നമ്മൾ പ്രോഫിറ്റിൽ ഇറങ്ങി, നമുക്ക് പ്രത്യേകിച്ച് എൻട്രി പോയിന്റുകളൊന്നും തന്നെ ഇല്ല. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് എക്സാക്ട് എവിടെ നിന്നാണോ ട്രേഡ്സ് കിട്ടുന്നതെന്ന്. അപ്പോൾ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും. നമ്മൾ ഈ ഒരു മന്തിന്റെ ആദ്യ പകുതി ഓൾറെഡി നമുക്ക് ലോസിലായിരുന്നു. അത്യാവശ്യം നമ്മൾ എടുത്ത ട്രേഡ്സുകൾ നമ്മൾ 4 ലോസ് ബുക്ക് ചെയ്തു. അതുപോലെ തന്നെ 3 നമ്മൾ ബ്രേക്ക് ഈവനിൽ ഇറങ്ങുകയും ചെയ്തു. അതുപോലെ നമ്മൾ ആദ്യ പകുതി തന്നെ ഓൾറെഡി പറഞ്ഞിരുന്നു ഈ ഒരു മാസം ചിലപ്പം നമുക്ക് നഷ്ടത്തിൽ ഇറങ്ങാനുള്ള പോസിബിലിറ്റി കൂടുതലാണെന്ന് പറഞ്ഞിരുന്നു. എന്നാൽ നമുക്ക് രണ്ടാം പകുതി അത്യാവശ്യം നല്ല പ്രോഫിറ്റ് വന്നു. നമുക്ക് കിട്ടിയ ട്രേഡ്സുകളൊക്കെ അത്യാവശ്യം നല്ല പ്രോഫിറ്റ് വന്നു. നമ്മൾ ഈ ഒരു മന്ത്, ഈ കഴിഞ്ഞൊരു മന്ത് നമ്മൾ അത്യാവശ്യം നല്ല പ്രോഫിറ്റിലാണ് നമ്മൾ ക്ലോസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളും ചെയ്യേണ്ട ഒരു കാര്യം, നമ്മൾ കൺസിസ്റ്റൻസി, നമുക്കൊന്നുകൊണ്ടോ SL അല്ലെങ്കിൽ ബ്രേക്കിങ്ങിലൊക്കെ വന്നാലും നമ്മൾ കൺസിസ്റ്റന്റ് ആയിട്ട് എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. നിങ്ങൾ എത്രയാണോ റിസ്ക് എടുത്തിരിക്കുന്നത് ആ ഒരു റിസ്ക് എമൗണ്ട് മാത്രം എന്ത് ചെയ്യുക, റിസ്ക് ചെയ്തുകൊണ്ട് തന്നെ ആ ഒരു മന്ത് ഫുള്ള് നിങ്ങൾ ട്രേഡ്സ് ചെയ്യുക. ആ ഒരു മന്ത് എൻ്റെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പ്രോഫിറ്റ്, നമുക്ക് ഏറ്റവും ബെനിഫിറ്റ് എന്ന് അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഡെയിലി SL വന്നത് പ്രശ്നമില്ല, നമുക്ക് മന്ത്ലിയിൽ പ്രോഫിറ്റ് ആകാൻ സാധിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് അനലൈസ് ചെയ്യുക, കൃത്യമായിട്ട് എന്ത് ചെയ്യുക, ട്രേഡ് ചെയ്യുക. നമുക്ക് എന്തായാലും നോക്കാം നെക്സ്റ്റ് ഒരു വീക്കിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത്. നമ്മൾ ഈ പറഞ്ഞ രീതിയിൽ മാർക്കറ്റ് 61,000 അതിനുശേഷം മാർക്കറ്റ് 60,000 വരുക എന്നുള്ളത് നമുക്ക് എന്തായാലും നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ വീണ്ടും കാണാം. ബൈ ഓൾ.